മാതൃകയുള്ളോ? തീർച്ചയായിട്ടും വിലകളുടെ സ്വകാര്യത മാനിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അതിനെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളും. അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ നിയമം കൃത്യമായ നടപടി എടുത്തേ പറ്റും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ ചൂണ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകും. അത് ഇത്തരം ആളുകൾ ആരാണ്? അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ അറിയാം. ആ ആളുകളെ ിക്കുന്ന നടപടികൾ എടുക്കണം എന്നിങ്ങനെയാണ്. വൈകാനുള്ള കാരണം എനിക്കറിയില്ല. പക്ഷേ അതെ, വൈകുന്ന റിപ്പോർട്ടെല്ലാം റിപ്പോർട്ട് പുറത്തു നമുക്ക് മനസ്സിലായി. അത് എന്തുകൊണ്ടാണ് അത്രത്തോളം വൈകിപ്പിച്ചത് എന്നുള്ളത് വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയുന്നത്. പൊതുസമൂഹത്തോട് പറയേണ്ടത് എന്തിനാണ് ആരെയാണ് പിടിക്കുന്നത്, അത്രയും നല്ലൊരു റിപ്പോർട്ട് എന്തിനാണ് ഇത് വൈകുന്നത്? അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കിടന്നുവെന്ന് പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചോട് ഭയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും അത് മാറില്ല. നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടിണിയുള്ള സ്ഥലം. അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് കിട്ടി. ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. കാരണം ആ സിനിമയിലേക്ക് നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും ആ കഥകളിലെയൊക്കെ യാഥാർത്ഥ്യമാണ് ഹേമകമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു. ഇത് തിലകൻ ചേട്ടൻ, ഞാൻ തോന്നുന്നു ഈ ഹേമകമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടന്റെ ആത്മാവായിട്ടാണ് കാണുന്നത്. ആ മനുഷ്യനൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചുള്ള ഒരു പരാമർശിച്ചിട്ടുണ്ട്. ആ പവർ കമ്മിറ്റിയെ കുറിച്ചുള്ള ആ പേരെന്തെങ്കിലും ഇന്ന ആളുകൾ കൃത്യമായി ഇത്ര എണ്ണം വരെങ്കിലും പറഞ്ഞു. ഈ ഹേമ കമ്മിറ്റി തിലകൻ ചേട്ടന്റെ രണ്ടാമത്തെ ജീവൻ കിട്ടിയ പോലെ. അതുകൊണ്ട് അദ്ദേഹത്തൊക്കെ വരട്ടെ. ഈ സർക്കാരാണ് നല്ല നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം പഠിച്ചിട്ട് പറയാമെന്ന രീതിയിലായിരുന്നു. ഇതിനോടൊന്നും എന്താണ് പ്രതികരിക്കാൻ? ഭക്ഷണത്തിന്, അശ്ലീലത്തിന് പഠിച്ച് പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല. എന്ത് പഠിക്കാൻ 4 വർഷം കഴിഞ്ഞ് പൂർത്തിവെച്ച റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമില്ല. ഇനിയുള്ള ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ, സംഘടനകളിലെല്ലാവരും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും, നേരെ നിന്ന് അഡ്രസ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ മാറി പോവുക. അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകളെങ്കിൽ. പക്ഷെ ഇത്തരം സംഘടന എന്ന നിലയിൽ വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്ത് പഠിക്കണം. അതിനകത്തുള്ള റിപ്പോർട്ടിനകത്ത് സ്ത്രീകളുടെ സിനിമയിലുള്ള പ്രാധാന്യത്തെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ലീഡ് റോൾസ് വരുന്നവർ വളരെ വിരളമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ലീഡ് റോൾ കൊടുക്കുന്ന ഇതിലൊക്കെ പെർസെന്റേജ് കാണിച്ചിട്ടുണ്ട്. മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ വളരെ കുറവാണെന്നുള്ള ഇതിലാണ് കാണിച്ചിരുന്നത്. അതിൽ വിശ്വസിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ്, അല്ലെങ്കിൽ ലീഡ് റോൾസ് കിട്ടുന്നില്ല, അംഗീകാരങ്ങൾ കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിന് കാരണക്കാരൻ നമ്മളെ കൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യ എന്നുള്ള സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. നമ്മുടെ സിനിമ വേൾഡ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ അപൂർവമായ സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. കാതവും ഗംഗാധരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KV ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ക്ലൈമാക്സ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിലുണ്ടാക്കി. അത്തരം സിനിമ ഉണ്ടാക്കിയ, വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് നന്നാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ചോദിക്കേണ്ടിയിരുന്നു എന്ന് പറയുന്നതാണ്. നമ്മൾ മുന്നോട്ടാണോ പോകുന്നത്? തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്കൊക്കെ കമേഴ്സ്യൽ സിനിമയിൽ കണ്ണനോടൊക്കെ ഞാൻ ആവശ്യപ്പെടുക, എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച കുറച്ച് ഫൈറ്റ് ആളുകൾ കാണും. സ്ത്രീകളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യണം, സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമേഴ്സ്യൽ സിനിമ അങ്ങനെയും ചെയ്യണോ സ്ത്രീകളെ ഫൈറ്റ്? കാരണം എന്താ, നമ്മൾ അച്ഛന്മാരായിട്ട് മാത്രമേ കണ്ടുള്ളൂ. നമ്മളങ്ങനെ ജീവിക്കും. അമ്മമാരായിട്ട് പോലെ ശരിക്കും കഴിച്ചില്ല. കാലം മാറും തരും. നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ജീവിത സാഹചര്യത്തിൽ വരുമ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രസക്തി
പിണറായി സർക്കാരിനെ പ്രതിപക്ഷം ഇതിൽ അടിച്ചോട്ടുന്നത് മക്കളുടെ റിപ്പോർട്ട് പരിഹരിക്കാൻ കാരണമായി. പക്ഷെ പിണറായി സർക്കാരിന്റെ ഒരു ആർജവല്ലേ ഇതിപ്പോ പുറത്തിറങ്ങാനുള്ള പിണറായി സർക്കാരിനെ ആർജവം ആണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ ആർജവത്തിന്റെ ഒരു ആഴം കൊണ്ട് നമ്മളെ സംശയത്തിൽ പെടുത്തുന്നത്. ഇനി ആർജവമുള്ളവർ ലഭിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കുണ്ട്. ഈ സിനിമയിലേക്ക് ഇന്നത്തെ വിഷയം ഞാൻ Sir, 1980 Sadhana superstar, in the 2024 superstar. Kannan sir, this action and fight for no itself. In the body, in the body, like as Mamuka, as a sir in the main, and the second